ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നൊരു രാവിലെ മുതലുള്ള വീഡിയോ ആണ് കേട്ടോ. രാവിലെ മുതൽ നമുക്ക് എളുപ്പം പെട്ടെന്ന് പണി തീർക്കാൻ പറ്റിയ ഒരു അടിപൊളി വീഡിയോ ആണ് കേട്ടോ. അപ്പം നമുക്കിങ്ങനെ രാവിലെ തന്നെ പണി തീരാത്തവർക്കോ ഉച്ചയാകുമ്പോൾ പണി തീരുന്നവർക്കെല്ലാം പെട്ടെന്ന് നമുക്ക് ഈ ഒരു ടിപ്സ് ഉപയോഗിച്ചാൽ നമുക്ക് രാവിലെ തന്നെ വേഗം ഒന്ന് പണി തീർത്തിട്ട് ഫ്രീ ആകാം കേട്ടോ. നമ്മളെ പണിയെല്ലാം തീർത്തിട്ട് ഫ്രീ ആകാം. അപ്പോൾ ഈ ജോലിക്ക് പോകുന്ന ആളും സ്കൂൾ കുട്ടികൾ സ്കൂളിലേക്ക് കൊണ്ടുപോകാനും അങ്ങനെയെല്ലാം ആകുമ്പോഴത്തേക്ക് ഓരോരാൾക്കെല്ലാം ഉച്ച വരെയെല്ലാം പണി തന്നെ ആയിരിക്കും. അപ്പം ഇങ്ങനെ ചെയ്താൽ നമുക്ക് വേഗം തന്നെ രാവിലെ തന്നെ പണികൾ തീർക്കാം. കൂടെ ഞാൻ ചില ബ്ലഡ് കൂടാനുള്ള ജ്യൂസും അങ്ങനത്തെ ഒരു ഐറ്റംസും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് തലേന്ന് രാത്രിയാണ് കേട്ടോ. തലേന്ന് രാത്രി നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് രാവിലത്തേക്ക് കുറച്ച് റെഡിയാക്കാനുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ നമ്മൾ എല്ലാം നമുക്ക് മെനക്കെട്ട കാര്യമല്ല, രാത്രി തന്നെ നമ്മൾ റെഡിയാക്കി വെക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ വീഡിയോ എടുത്തതാണ്. അപ്പം രാത്രി കുറച്ച് ബാക്കിയൊന്ന് നേരിയരി കഞ്ഞി ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെക്കുന്നുണ്ട്. അപ്പം ഈ ഒരു കഞ്ഞി നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് പനിയെല്ലാം ഉണ്ടാകുമ്പോൾ നമുക്ക് വായിക്കൊന്നും ടേസ്റ്റൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പം ഈ ഒരു കഞ്ഞിയെല്ലാം ആക്കി കുടിച്ചാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കഞ്ഞിയാണ്. നമുക്ക് പനിയെല്ലാം ക്ഷീണവും എല്ലാം മാറും കേട്ടോ. അപ്പം ഇത് ഞാൻ ഉമ്മാക്കാക്കിയതാണ്. ഉമ്മാക്കും ഇഷ്ടമാണ്, എൻ്റെ മക്കൾക്കും നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പം ബാക്കി വന്ന ബാലൻസ് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെക്കുന്നതാണ്. അപ്പോൾ ഈ നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ളൊരു കഞ്ഞിയാണ് കേട്ടോ. ഞാനിത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ റെസിപ്പി ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. ഇനി ഞാൻ പറഞ്ഞില്ലേ, ബ്ലഡ് കൂടാൻ വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് പെട്ടെന്ന് ബ്ലഡ് കൂടാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു ഐറ്റമാണ് കേട്ടോ ഈ അനാറ് ഇങ്ങനെ ജ്യൂസ് അടിച്ച് കുടിച്ചാൽ നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ. അപ്പം ഞാനിപ്പം ഉമ്മാക്ക് ഈ പനിയായപ്പം ബ്ലഡ് പറഞ്ഞിട്ടുണ്ടായിന്. അപ്പം ഞാനിങ്ങനെയാണ് കേട്ടോ ചെയ്യൽ. നല്ല മാറ്റം ഉണ്ടാവും. ഒരാഴ്ച ഇതേപോലെ കുടിച്ചാൽ നമുക്ക് ഒരാഴ്ചൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് മസ്റ്റായിട്ട് നമുക്ക് ആ മാറ്റം കിട്ടും കേട്ടോ. അപ്പം ഞാനിങ്ങനെയാണ് കേട്ടോ ചെയ്യൽ. നമുക്കായാലും ബ്ലഡ് കുറവെല്ലാം ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതേപോലെ ജ്യൂസ് അടിച്ച് കുടിച്ച് നോക്കാം കേട്ടോ. ഇതാർക്കെങ്കിലും ഉപകാരമാകുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് തന്നേ ഉള്ളൂ. അപ്പം ഇത് ക്യാരറ്റ് നമ്മൾ ഇങ്ങനെ പച്ചയോടെ നമ്മൾ മുറിച്ചിട്ട് അഥവാ സാലഡാക്കിയിട്ടോ നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നമുക്ക് പച്ചയോടെ തിന്നാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്കിങ്ങനെ ഉപ്പും കുറച്ച് വിനാഗിരിയെല്ലാം ഒഴിച്ചിട്ട് അങ്ങനെ മിക്സാക്കിയിട്ട് ഈ അനാറ് അതെല്ലാം കൂടിയിട്ട് എല്ലാം മിക്സാക്കിയിട്ട് അങ്ങനെ തിന്നാലും നല്ലതാണ്. അപ്പം ക്യാരറ്റ്, പപ്പായ പപ്പായ പുഴുത്ത പപ്പായയോ പച്ച പപ്പായയോ ആയാലും കുഴപ്പമില്ല. ഈ അനാറ് ഇതെല്ലാം ബ്ലഡ് കൂടാൻ നല്ല ഇതാണ് കേട്ടോ. നല്ലൊരു ഇതാണ്. അപ്പോൾ എൻ്റെ കൈക്ക് ഈ അനാറ് മുറിച്ചാൽ ഭയങ്കര കറയാണ് കേട്ടോ. അപ്പം കൈക്ക് നഖത്തിനും എല്ലാത്തിനും ഭയങ്കര കറയാണ്. അപ്പം ഇതിന് എന്തെങ്കിലും മരുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ആർക്കെങ്കിൽ ഇങ്ങനെ കറ പോകാനില്ല ഇതെല്ലാം അറിയെങ്കിൽ ഇങ്ങനെ അനാറ് മുറിക്കുമ്പോൾ അങ്ങനെയെല്ലാം കറ പോകുമ്പോൾ എന്തെങ്കിലും ഒരു ടിപ്സ് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. അപ്പം ഇത് ഞാനിപ്പം 3 അനാറ് എടുത്തിട്ട് അടിച്ചതാണ് കേട്ടോ. 3 അനാറ് വെള്ളം കൂട്ടാണ്ട് മധുരം കൂടാണ്ട് അടിച്ചെടുത്തതാണ് കേട്ടോ. നല്ല പേസ്റ്റ് പരുവത്തിൽ അരിച്ചിട്ട് വെള്ളം കൂട്ടാണ്ട് അരിച്ചെടുത്തതാണ് കേട്ടോ. ഇങ്ങനെ വേണം കേട്ടോ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. തീരെ വെള്ളം കൂട്ടാനേ പാടില്ല. അങ്ങനെ നമ്മൾ ഒരാഴ്ച വരെ കുടിച്ചാലും മസ്റ്റായിട്ട് നിങ്ങൾക്ക് ബ്ലഡ് ഇല്ലാത്തവർക്ക് എല്ലാം ബ്ലഡ് നല്ലോണം ഇതാവും കേട്ടോ. അപ്പം ക്ഷീണവും എല്ലാം മാറും. അപ്പോൾ ഞാൻ തലേന്ന് രാവിലത്തേക്ക് വേണ്ട പച്ചക്കറിയെല്ലാം തലേന്ന് തന്നെ അരിഞ്ഞു വെക്കുന്നുണ്ട്. ഇങ്ങനെ ഇങ്ങനെ ചെയ്താൽ നമുക്ക് രാവിലെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ആ പണിയെല്ലാം ഒഴിഞ്ഞു കിട്ടും കേട്ടോ. നമുക്ക് അങ്ങനെ അധികം പണിയും ഉണ്ടാവില്ല. വേഗം തന്നെ നമുക്ക് എല്ലാം പണിയെല്ലാം തീരും കേട്ടോ. ഇങ്ങനത്തെ ഇതെല്ലാം ചെയ്ത് വെച്ചാൽ നമുക്ക് രാവിലെ അങ്ങനെ ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നമുക്ക് അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ടൈം പാടുവാണ്. ചില ആൾക്ക് ഇങ്ങനെ തിരക്കിട്ടിട്ടായിരിക്കുമല്ലോ പണിയെടുക്കുന്നത്. അപ്പം അതെല്ലാം ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പച്ചക്കറി എല്ലാം തലേന്നേ നമ്മൾ അരിഞ്ഞിട്ട് കഴുകിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ ഒന്നും പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. നല്ല യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ ഞാൻ പച്ചക്കറിയെല്ലാം ഒന്ന് കഴുകിയിട്ട് വന്നിട്ടുണ്ട്.
അപ്പം കഴുകിയിട്ട് മുറിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. കഴുകിയിട്ട് മുറിച്ചാൽ പിന്നെ അതിൻ്റെ ഇതൊന്നും അധികം ഒന്നും പോവില്ല, വിറ്റാമിനും. അപ്പം ഞാൻ എങ്ങനെയാണെന്ന് കേട്ടോ ചെയ്യൽ, കഴുകിയതിന് ശേഷമാണ് ഞാൻ മുറിക്കൽ. അപ്പം ഇതേപോലത്തെ ഒരു ബോക്സ് എടുത്തിട്ടുണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഞാൻ രാവിലത്തേക്ക് സാമ്പാറാണ് കേട്ടോ ആക്കുന്നത്. അപ്പോൾ എനിക്ക് ഇങ്ങനെ പൊതിച്ചോറുണ്ടായിന് പെരിയാർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു കേട്ടോ. അപ്പം പിന്നെ 2 പാക്കറ്റേ വേണ്ടു, ഒരു വീട്ടിൽ നിന്ന് 2 പാക്കറ്റ് അങ്ങനെയായിട്ടാണ് കേട്ടോ കൊണ്ടുവന്നത്. അപ്പം നാളെ ആഗസ്റ്റ് 15 അപ്പം പിന്നെ അതിന് പിന്നെ മീനൊന്നും പറ്റില്ല. മീൻ കൊടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല, പക്ഷെ മീൻ കൂട്ടാത്തവർക്കായിട്ടാണെങ്കിൽ നമ്മളെ പൊതി കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതെല്ലാം ഇതല്ലേ, അതുകൊണ്ട് മീൻ അങ്ങനെ കൊടുക്കില്ല കേട്ടോ. അപ്പം സാമ്പാർ കൊടുക്കാൻ വിചാരിച്ച് സാമ്പാറും പയറുവറവും അങ്ങനെ അച്ചാറും മുട്ട വെച്ച് അങ്ങനെയെല്ലാം ആയിട്ടാണ് കേട്ടോ ഞാൻ കൊടുക്കൽ. അങ്ങനെയാണ് ഞാൻ ഇതുവരെ മീൻ കൊടുത്തിട്ടുണ്ടായിട്ടാ. അപ്പോൾ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിൽ എന്തോ കേടുണ്ടായിട്ട് ഞാൻ അങ്ങോട്ട് ഒന്ന് മുറിച്ച് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കോയൊക്കെ കിട്ടിയിട്ടുണ്ടായിന്. എനിക്ക് ഈ സാമ്പാർ എന്ന് പറഞ്ഞാൽ ഞാൻ സാമ്പാർ പൊടിയൊന്നും ഇടാണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു സാമ്പാറിൻ്റെ പിന്നെ റെസിപ്പി കാണിച്ചു തരാം കേട്ടോ. ഞാനിതിൽ സാമ്പാർ പൊടിയൊന്നും ഇടില്ല. അപ്പം സാമ്പാർ പൊടി ഇടാതെ തന്നെ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് സാമ്പാർ വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ സാമ്പാർ പൊടിയേ ഇടില്ല കേട്ടോ. സാമ്പാർ വെക്കുമ്പോൾ സാമ്പാറിൻ്റെ പൊടി ഇട്ടിട്ട് ഞാൻ വെക്കലേ ഇല്ല, ഞാൻ ഇങ്ങനെയാണ് കേട്ടോ വെക്കൽ. അപ്പോൾ എനിക്ക് മുരിങ്ങക്കോല് കിട്ടിയിട്ടുണ്ടായിട്ട്, അപ്പം വെണ്ടയ്ക്കും പിന്നെ ക്യാരറ്റും കോവയ്ക്കാന്ന് കേട്ടോ കിട്ടിയിട്ടുണ്ടായിന്, ഉരുളക്കിഴങ്ങും. അപ്പോൾ ഒരു ഭാഗത്ത് ഞാനിങ്ങനെ ഉരുളക്കിഴങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട്, ഇനി മറ്റേ ഭാഗത്ത് ഇതേപോലെ പിന്നെ കോവയ്ക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതെല്ലാം ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ട് നമുക്ക് രാവിലെ എണീക്കുമ്പോൾ നല്ലൊരു എനർജി ആയിരിക്കും കേട്ടോ. ഇതെല്ലാം കാണുമ്പോൾ തന്നെ നമുക്ക് ആ പണിയെടുക്കാൻ വേണ്ടിയിട്ടും എല്ലാത്തിനും പിന്നെ ഒരു എനർജി കിട്ടും കേട്ടോ. എന്താ വെച്ചാൽ നമുക്ക് അധികം മുറിക്കുന്ന അങ്ങനത്തെ ഒന്നും പണിയില്ലല്ലോ. അപ്പം വെണ്ടയ്ക്ക ഞാൻ ഇങ്ങനെയാണ് കേട്ടോ കട്ട് ചെയ്യൽ. ഇങ്ങനെ സൈഡ് ഭാഗം ഒന്ന് ചെരിച്ചിട്ട് കട്ട് ചെയ്യലാണ്. പിന്നെ നല്ല കാണാനും നല്ല ഭംഗിയാണ്. അധികം ഇങ്ങനെ പശ പോലെ അങ്ങനെ പറ്റി പിടിക്കുകയൊന്നും ചെയ്യില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ പിന്നെ ഈ പച്ചക്കറിയെല്ലാം മുറിക്കുമ്പോൾ നമ്മൾ അടുത്ത് തന്നെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ പിന്നെ ഇതെല്ലാം ഉണ്ടാവില്ല, കളയുന്ന ഭാഗമെല്ലാം ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്താൽ നമുക്ക് ആ ടൈൽമയൊന്നും അങ്ങനെ കച്ചറിയാവില്ല കേട്ടോ. മുമ്പൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കധികം വലിയ പണിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമുക്ക് ക്ലീനാക്കാനായാലും അതിനൊന്നും വലിയ പണിയുണ്ടാവില്ല. എല്ലാം ഇങ്ങനെ ഒരു ടൈൽമാനെ ഇട്ടിട്ട് ഇതാക്കിയാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ടെല്ലാം. അപ്പോൾ ഇതേപോലെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല ഒരു ഇതായിരിക്കും കേട്ടോ. നമുക്ക് പണിയെല്ലാം ഒന്ന് കുറഞ്ഞു കിട്ടും. അപ്പോൾ ഞാൻ ക്യാരറ്റ് മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പം കിട്ടിയ പച്ചക്കറിയെല്ലാം ഇടലാണ് കേട്ടോ. ഞാൻ ഏത് പച്ചക്കറിയായാലും ഇഷ്ടമില്ല പച്ചക്കറിയെല്ലാം ഇടും. അപ്പോൾ എനിക്ക് ഇത്ര പോരെ പച്ചക്കറി കിട്ടിയോണ്ട് ഞാനത് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ സൈഡിൽ ഇതേപോലെ വെച്ചിട്ടുണ്ട്, നല്ല രസമില്ല ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ സാമ്പാറിന് തലേന്നേ ഇങ്ങനെ മുറിച്ചിട്ട് ഇങ്ങനെ വെക്കും കേട്ടോ ഫ്രിഡ്ജിൽ. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ നമുക്ക് നല്ല ഇതായിരിക്കും കേട്ടോ, പണിയെല്ലാം കുറയും. അപ്പോൾ പയർ കിട്ടിയിട്ടുണ്ടായിരുന്നു, പയർ ഞാൻ കഴുകിയിട്ട് വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് മുറിച്ചെടുക്കണം. ഇതുമെല്ലാം രാത്രി തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ ജോലിക്ക് പോകുന്നവർക്കും മക്കളെല്ലാം സ്കൂളിലെല്ലാം പോകുന്നവർക്കെല്ലാം ഇതെല്ലാം നല്ലൊരു യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പം ഇങ്ങനെ ചെയ്തെടുത്താൽ അവർക്ക് രാവിലെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ പയറൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റൊന്നും ചെയ്യാൻ മറന്നേക്കല്ലേ. അപ്പം നിങ്ങൾ പിന്നെ എന്തെങ്കിലും എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകളെല്ലാം ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ, എന്നാലേ എനിക്ക് ശരിയാക്കാനെല്ലാം പറ്റുള്ളൂ. അപ്പം പിന്നെ പയർ ഞാനിങ്ങനെ മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മക്കളൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിന് കേട്ടോ. ആ ടൈമിലാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. ഇത് ചെയ്തിട്ട് പോയിട്ട് കിടക്കും കേട്ടോ. അപ്പോൾ പയർ ഇതേപോലെ ഒരു ഫ്ലാസ്കിലാണ് കേട്ടോ ഇട്ട് വെക്കുന്നത്. അപ്പോൾ പയർ മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ അതും കഴിഞ്ഞാൽ ഞാൻ തേങ്ങ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ കൈ കണ്ട ഫുൾ അനാറ് മുറിച്ചിട്ട്
കറയാന്ന് കേട്ടോ. ഇങ്ങനെ മൊത്തം നഖത്തിനായാലും കൈക്കായാലും എന്തോ ഒരു വയലറ്റ് കളർ ഇങ്ങനെ വന്നിട്ടാന്നില്ല കേട്ടോ. അപ്പോൾ കയ്യെല്ലാം ഒന്ന് അനാറ് മുറിക്കുമ്പോഴത്തേക്ക് വൃത്തികേടായിട്ടുണ്ടായിന്. അപ്പോൾ ഇതാ ഞാൻ തേങ്ങ ചേർച്ചിട്ടുണ്ടായിന് കേട്ടോ. നാളത്തേക്ക് വേണ്ടുന്ന തേങ്ങ ഞാൻ ചേർച്ചിട്ടുണ്ടായിന്. അത് ഇതാ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ രാവിലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട്. രാവിലെ ഏകദേശം ഒരു 5 മണി ആ ടൈമെല്ലാം ആകുമ്പോൾ അടുക്കളയിൽ കയറിയാൽ നമുക്ക് അധികം ബുദ്ധിമുട്ടില്ലാണ്ട് വേഗം പണികൾ തീർക്കാം കേട്ടോ. 8 മണിയാകുമ്പോഴത്തേക്കോ 7:30 ആ ടൈമെല്ലാം ആകുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് പണി തീരും കേട്ടോ. തലേന്ന് ഇതേപോലെ ചെയ്ത് വെച്ചാൽ വേഗം അതിനാട്ടി മുമ്പേ തന്നെ നമുക്ക് പണി തീർത്ത് വെക്കാം കേട്ടോ. അപ്പം ഞാനിത് വീഡിയോ എടുക്കുന്നതുകൊണ്ടല്ലാതെ എനിക്കിങ്ങനെ 7:30 ആ ടൈമെല്ലാം തീരുന്നത്. അപ്പം പിന്നെ വീഡിയോ എടുക്കാതിരിക്കുമ്പോൾ ഇതിനങ്ങാട്ടി മുമ്പേ തന്നെ തീരും കേട്ടോ. അടുക്കളയിലത്തെ കിച്ചണിലത്തെ പണി തന്നെ വേഗം തീരും. അപ്പോൾ ഇതാ ഞാൻ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ടായിന് കുടിക്കാനും വെള്ളം വെച്ചിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ കുടിക്കേണ്ട വെള്ളം തളിച്ചിട്ടുണ്ട്. അതൊന്ന് ഫ്ലാസ്കിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. കുടിക്കേണ്ട വെള്ളം വെച്ചതിന് ശേഷം ഞാൻ ചായ വെക്കൂല്ലോ കേട്ടോ. അപ്പോൾ ചായ വെച്ചാൽ പിന്നെ നേരത്തെ ചായ വെക്കും. ചായ വെച്ചാൽ അത് തണിയും കേട്ടോ. തണിഞ്ഞാലും ഞാൻ ആ സമയം ടൈം ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കും കേട്ടോ. മക്കൾക്കെല്ലാം തണിഞ്ഞ തന്നെയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ പിന്നെ ഇതാണ് സാമ്പാറിന് വേണ്ട പരിപ്പും അതൊക്കെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് കറി വെക്കുമ്പോൾ പിന്നെ ആദ്യം തന്നെ നമ്മൾ എല്ലാം റെഡിയാക്കിയിട്ട് വെച്ചാൽ നമുക്ക് വലിയ പണി കാണൂല. ആ ടൈം ആകുമ്പോഴത്തേക്ക് ഓരോരോ സാധനം മുറിക്കാനും ഇതാക്കാനും അതിനൊന്നും നിൽക്കേണ്ട ആവശ്യം വരില്ല. എല്ലാം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം കേട്ടോ. ഇങ്ങനെ ആദ്യം തന്നെ നമ്മൾ ഏത് കറി വെക്കുമ്പോൾ നമ്മൾ ആദ്യം എല്ലാം സെറ്റാക്കി വെക്കണം കേട്ടോ. അപ്പം പിന്നെ അങ്ങനെ ചെയ്താൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല പണി ചെയ്യാൻ. പിന്നെ അതുമല്ല കിച്ചൺ എപ്പോൾ നല്ല ക്ലീൻ ആയിരിക്കും കേട്ടോ. ആ കൗണ്ടർ ടോപ്പും അതെല്ലാം നല്ല ക്ലീൻ ആയിരിക്കും അങ്ങനെ ചെയ്താൽ. ഇല്ലെങ്കിൽ നമ്മൾ പിന്നെ ചട്ടി അടുപ്പത്ത് വെച്ച് അങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ സവാള കട്ട് ചെയ്യാൻ അങ്ങനെയെല്ലാം പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഭയങ്കര കിച്ചണെല്ലാം ഭയങ്കര കച്ചറയിലായിട്ട് ഉണ്ടാവും. അപ്പോൾ ഇതാ ഞാനെല്ലാം ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ രാവിലെ സെറ്റാക്കി വെച്ചതാണ് കേട്ടോ. കറിവേപ്പിലയും കാന്താരി മുളകും കുറച്ച് മല്ലിയിലും അതേപോലെ സവാളയും അതൊക്കെ ഞാൻ രാവിലെ മുറിച്ച് വെച്ചതാണ് കേട്ടോ. സവാള ഞാൻ അത്യാവശ്യം നല്ലതുപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു വലിയ സവാളയും ഒരു തക്കാളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാള നല്ലോണം വേണം കേട്ടോ ഇതിന്. ബാക്കിയുള്ള പച്ചക്കറിയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെണ്ടക്ക ഒഴിച്ചിട്ട് ബാക്കിയുള്ള പച്ചക്കറിയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുരിങ്ങക്കോലാണെങ്കിൽ മുരിങ്ങക്കോല് പിന്നെ ഉണ്ടെങ്കിൽ അത് പിന്നെ 2 വിസിൽ കഴിഞ്ഞിട്ട് ശേഷം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്താ വെച്ചാൽ മുരിങ്ങക്കോല് നല്ലോണം ഉടയും. അപ്പോൾ എനിക്ക് ഇതിൽ മുരിങ്ങക്കോലൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ബാക്കിയുള്ള പച്ചക്കറിയെല്ലാം ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെണ്ടയൊക്കെ ഒഴിച്ചിട്ടാ. അപ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതേപോലെ മിക്സ് ആക്കിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അപ്പോഴേക്കും ഇതാ നമ്മൾ ചോറ് തിളച്ച് വന്നിട്ടുണ്ട്. അതൊന്ന് റൈസ് കുക്കറിലേക്ക് മാറ്റി വെക്കട്ടെ. സാമ്പാറിന് വേണ്ട ഇതെല്ലാം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ സമയത്ത് ചായ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചായപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ പണിയെല്ലാം എടുക്കാൻ നിൽക്കുമ്പോൾ വേറെ ഒരു ഇതിനും പോയിക്കൂടാ കേട്ടോ. അപ്പോൾ വേറെ എന്തെങ്കിലും ഇടയ്ക്ക് അടുക്കളയിലത്തെ കിച്ചണിലത്തെ പണി ചെയ്യുമ്പോൾ ഇടയ്ക്ക് അപ്പുറത്തേക്ക് പോലെ അങ്ങനത്തെ എല്ലാം ഉണ്ടാവില്ല. അപ്പോൾ അതിനൊന്നും പോകാണ്ട് ഈ അടുക്കളയിലത്തെ പണിക്ക് തന്നെയായിട്ട് കുറച്ച് സമയം ഒന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ വേഗം തീരും കേട്ടോ. അപ്പോൾ വേഗം അധികം ടൈമോ ഒന്നും എടുക്കില്ല. നമ്മൾ അടുക്കളയിൽ തന്നെ നിന്നാൽ നമുക്കധികം പണിയും കാണൂല. വലിയൊരു അടുക്കളയിൽ നിന്നാൽ നമുക്ക് ആ ഒരു പണിയെല്ലാം തീർക്കുമ്പോൾ വലിയൊരു ഇത് കാണൂല കേട്ടോ. അപ്പം ഇതാ ഞാൻ രാവിലെ ദോശ ചൂടായി കഴിച്ച്. അപ്പം ദോശക്ക് ഇതാ നേരത്തെ അരി കഴുകിയിട്ട് തന്നെ ഞാൻ കുതിർത്തി വെച്ചിട്ടുണ്ടായതാണ് കേട്ടോ. അപ്പോൾ രാവിലെ ജസ്റ്റ് ഒന്ന് ഒഴുക്കി വെക്കും കേട്ടോ. അതിലേക്ക് ഇതാ ചോറും സവാളയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങ ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ അതൊന്ന് അരച്ചെടുക്കണം. കുട്ടികൾക്ക് മുട്ട ദോശ വേണമെന്ന് പറഞ്ഞിന്. അപ്പോൾ അവർക്ക് മുട്ട ദോശയും നമുക്ക് സാദാ ദോശയും ആക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഇഷ്ടമില്ലാത്ത ഈ ഐറ്റമാണ് കേട്ടോ ദോശ വലിയ ഒരു താല്പര്യമില്ല കേട്ടോ. അപ്പോൾ ഉണ്ടെങ്കിൽ ഒരു ദോശയെല്ലാം ഞാൻ രാവിലെ എടുത്തിട്ട് തിന്നു കേട്ടോ. അപ്പം ദോശ വലിയൊരു താല്പര്യമില്ലാത്ത ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതാ സാമ്പാറിന് വേണ്ട തേങ്ങ ഞാൻ ഇതേപോലെ ഒരു 3 സ്പൂണിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വറുക്കാൻ വേണ്ടിയിട്ട്.
ഇനി ഇതാ ഈ സാമ്പാറിലേക്ക് പിന്നെ ഇതേപോലെ ഒരു ടിപ്പ് ചെയ്താൽ നല്ലൊരു ടേസ്റ്റ് ആയിക്കോട്ടെ. പിന്നെ അപ്പോൾ ഇതാ ഞാൻ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ചെറിയ ജീരകം, ഒരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകവും, കുറച്ച് കറിവേപ്പിലയും, കുറച്ച് കാന്താരി മുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാന്താരി മുളകില്ലെങ്കിൽ പച്ചമുളകായാലും കുഴപ്പമൊന്നുമില്ല. അത് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സാമ്പാറിന് നല്ല ടേസ്റ്റും ആയിരിക്കും, നമുക്ക് നല്ല ഒരു നിറവും കിട്ടും, നല്ലൊരു മണവും കിട്ടും കേട്ടോ, നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. അപ്പം ഇതിങ്ങനെ ചെയ്ത് കൊടുത്താൽ സാമ്പാറിന് പിന്നെ സാമ്പാർ പൊടിയോ അങ്ങനത്തെ ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ നല്ല സാമ്പാറായിട്ട് തന്നെ കിട്ടും, നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ ഇതാ തേങ്ങ വറുത്ത് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇതാ നമ്മളെ കറിയായിട്ടുണ്ട്. ഈ തേങ്ങ വറുക്കാൻ വേഗം വറുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ തലേന്ന് തന്നെ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ട് വെച്ചാൽ നമുക്ക് തേങ്ങ വേഗം വറുത്ത് കിട്ടും കേട്ടോ. നമുക്ക് ആ തണുത്ത തേങ്ങ പിന്നെ പ്രൈസ് സ്പൂണിലിട്ട് വറുത്താൽ വേഗം വറുത്ത് കിട്ടും കേട്ടോ, തേങ്ങ വേഗം ആയി കിട്ടും. അപ്പം പിന്നെ മറ്റേ ചായ നമ്മൾ തേങ്ങ വെച്ചാൽ തേങ്ങ വറുക്കുമ്പോൾ ഭയങ്കര ടൈമല്ലേ, പക്ഷേ ഇതങ്ങനെയല്ല കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ച തേങ്ങ ഇട്ടാൽ വേഗമായി കിട്ടും കേട്ടോ. ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതാ ഞാൻ ആ തേങ്ങ അരച്ചിട്ട് അതിലേക്ക് കൂട്ടിയിട്ടുണ്ട് കേട്ടോ, ആ കറിയിലേക്ക് കൂട്ടിയിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് വേണ്ട ഉപ്പെല്ലാം ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അത് അപ്പുറത്തുനിന്ന് ആവട്ടെ. ആ സമയം നമുക്ക് വെണ്ടയ്ക്ക വറുത്തെടുക്കാം കേട്ടോ. വെണ്ടയ്ക്ക ഇതേപോലെ കുറച്ചധികം തന്നെ ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഓയിൽ എടുത്തിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഈ വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. പിന്നെ ഇങ്ങനെ ചെയ്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. വെണ്ടയ്ക്ക സാമ്പാറിന് കഴിക്കാനും അങ്ങനെ ഒട്ടിപ്പിടിക്കുക പശവശപ്പോ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഓയിലൊന്നും ഒഴിക്കാണ്ട് ഇതാ ആ വെണ്ടയ്ക്കയെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ ഓയിലിൽ തന്നെ നമുക്ക് കടുകാച്ചി ഒഴിക്കാം കേട്ടോ. അപ്പോൾ സാമ്പാറൊന്ന് തിളക്കട്ടെ. അപ്പോൾ ഇതാ ആ ഓയിലിൽ ഞാൻ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി നമ്മളെ കായത്തിൻ്റെ പൊടിയില്ലേ, ആ കായത്തിൻ്റെ പൊടി കുറച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, നല്ലൊരു മണമായിക്കോട്ടെ, ഓപ്ഷനിലാണ്. അപ്പോൾ ഒരു നുള്ള് കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. അത് ഇട്ട് നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് നമുക്ക് ഈ കടുവെല്ലാം പൊട്ടുമ്പോൾ ഇതേപോലെ ഒന്ന് പൊത്തി വെച്ചാൽ നമ്മളെ ആ കൗണ്ടർ ടോപ്പ് ഒന്ന് പിന്നെ വൃത്തികേടാവില്ല കേട്ടോ. എന്താ വെച്ചാൽ പിന്നെ കടു പൊട്ടുമ്പോൾ കടുവെല്ലാം ഇടയ്ക്ക് തെറിക്കൂലേ, എണ്ണയും ഓയിലെല്ലാം തെറിക്കൂലേ. അപ്പം സാമ്പാറായിട്ടുണ്ട് കേട്ടോ. ഇനി എനിക്ക് പിന്നെ പയർ വറുക്കണം. അപ്പോൾ ഇതാ ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഓയിൽ ചൂടായതിന് ശേഷം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ പിന്നെ കാന്താരി മുളകും പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ പയർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പയർ നമ്മൾ പിന്നെ വറുക്കുമ്പോൾ സവാള ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലിട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതാ ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. ഈ പയർ വേവാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടും കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് പയർ വേവിച്ചെടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പയർ വേവാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. അത് അപ്പുറത്തെ അടുപ്പിലേക്ക് ഞാൻ മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ സമയം ഇതാ ദോശ ചൂടാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ മക്കൾ മദ്രസയിൽ പോയിട്ടുണ്ടായിന്. അപ്പോൾ ഇതാ ദോശ ചുടുമ്പോൾ നമുക്ക് എപ്പോൾ പ്രൈസ് സ്പൂണിലല്ലേ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ മാവിൽ തന്നെ 1 ടേബിൾ സ്പൂണോളം പിന്നെ ഓയിൽ ഒഴിച്ച് കൊടുത്താൽ നമുക്ക് ആ പ്രൈസ് സ്പൂണിൽ ഓയിൽ ഇറക്കി ഒന്നും വേണ്ട കേട്ടോ. നല്ല ദോശയായിട്ട് കിട്ടും കേട്ടോ, നല്ല ഇതായിട്ടുള്ള. അപ്പോൾ മക്കൾക്ക് വേണ്ടിയിട്ട് മുട്ട ദോശയാണ് കേട്ടോ ആക്കുന്നത്. അപ്പോൾ ദോശ ഒഴിച്ച് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മുട്ട ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് പിന്നെ ഒന്ന് എല്ലായിടയ്ക്കും ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇഷ്ടമില്ല പൊടികൾ ഇട്ട് കൊടുക്കുക കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ സവാള ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഏത് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. പച്ചമുളക്, സവാള അങ്ങനത്തെ എല്ലാ ഐറ്റം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഇങ്ങനെ മുട്ട ഇതിലേക്ക് തന്നെ നേരിട്ട് ഒഴിക്കാണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് മുളക് പൊടിയെല്ലാം മിക്സാക്കിയിട്ട് അങ്ങനെ ആക്കാം കേട്ടോ.
അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. മക്കളെല്ലാം മുട്ട കഴിക്കാത്ത മക്കളും അങ്ങനെയെല്ലാം ഉണ്ടെങ്കിൽ ഇതേപോലെ ആക്കി കൊടുത്താൽ രാവിലെ പൊതുവേ കുട്ടികൾക്ക് കഴിക്കാൻ മടിയായിരിക്കും അല്ലേ. അപ്പം ഇതേപോലെയെല്ലാം ചെയ്ത് കൊടുത്താൽ ആക്കി കൊടുത്താൽ അവർ കഴിച്ചോളൂ കേട്ടോ രാവിലെ സ്കൂളിൽ പോകുമ്പോൾ. അപ്പോൾ ഇതാ മൂന്നാൾക്കും ഓരോന്ന് ഇങ്ങനെ ചുട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മുട്ടയും കുട്ടികളെ പിന്നെ വയറ്റിപ്പോവും, ദോശയും ഇതാവും. അപ്പം ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇത് നേരിട്ട് തന്നെ ഒഴിക്കലാണ്, ഞാൻ ഗ്ലാസ്സിലൊന്നും ഒഴിച്ച് കൊടുക്കില്ല. അപ്പം സവാള മക്കൾക്ക് വേണ്ട പറഞ്ഞിട്ടാണ് കേട്ടോ സവാള ഇട്ട് കൊടുക്കാത്ത. കുറച്ച് മല്ലിയില മീത്ത വിതറി കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് ഞാൻ ഇല പറിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കിച്ചണിലത്തെ പണിയെല്ലാം തീർന്ന് ക്ലീനിങ്ങും എല്ലാം കിച്ചണിലത്തെ ക്ലീനിങ്ങും എല്ലാം തീർന്നതിന് ശേഷം ഇതാ ഞാൻ പിന്നെ പൊതിച്ചോറാക്കാൻ വേണ്ടിയിട്ട് ഇല പറിക്കാൻ പോയിട്ടുണ്ടായിന്. അപ്പം എൻ്റെ അടുക്ക അങ്ങനെ ഇലയില്ല കേട്ടോ, ഇത് അപ്പുറത്തെ വീട്ടിൽ നിന്ന് പറിക്കുന്നതാണ്. അപ്പം ഇതിലും അങ്ങനെ തിരുവാഴയായിട്ടൊന്നും ഇല്ല കേട്ടോ. പിന്നെ അതിങ്ങനെ പരുത്തി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ പൊട്ടിപ്പോയത് അങ്ങനത്തെ എല്ലാം ഇലയാണുള്ളത്. അപ്പോൾ ഇതാ ഞാനെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സോയാബീൻ പൊരിച്ചിട്ടുണ്ടായിന്, മുട്ടയും പൊരിച്ചിട്ടുണ്ടായിന്. അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പം ഇതാ ഇല വാട്ടിയിട്ട് എടുത്തിട്ടുണ്ടായിന് കേട്ടോ. അപ്പം ഇതെല്ലാം എൻ്റെ കയ്യിൽ കീറിപ്പോയിട്ടുണ്ടായിന് കേട്ടോ. ഇല അങ്ങനെ നല്ല തിരുവാഴനെ കിട്ടിയതാണ്, പക്ഷെ എൻ്റെ അടുത്ത് നിന്ന് കഴുകുമ്പോൾ കീറിപ്പോയിട്ടുണ്ടായിന്. അപ്പോൾ ഇതാ ചോറ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. മക്കൾ പറഞ്ഞിട്ടുണ്ടായിന് നമുക്ക് പിന്നെ ഉച്ചവരെ ഒരു മോന് ഉച്ചവരെ ക്ലാസ് ഉണ്ടായിട്ട് കേട്ടോ, ക്ലാസ് ഉണ്ടായിന്. അപ്പം ഇന്ന് ആഗസ്റ്റ് 15 ആയതുകൊണ്ട് ഉച്ചവരയിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിന് നമുക്ക് മുതിച്ചോറ് വേണം, നമുക്കും ഇതേപോലെ ആക്കി വെക്കണം എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പം എനക്കും അവർക്കെല്ലാം ഒരു ഇലയിൽ തന്നെ ചുറ്റിയിട്ട് നമുക്ക് ഓരോ ഇലയിൽ നിന്ന് തന്നെ കഴിക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഇതാ ഇത് പിന്നെ ഇതിലേക്ക് കുറച്ച് പയറ് വറവിട്ട് കൊടുത്തിട്ടുണ്ട്. ഇക്ക ഉണ്ടാകുമ്പോൾ ഇത് ചുറ്റിത്തരും കേട്ടോ, നല്ല വൃത്തി. എനിക്കിത് പിന്നെ ഈ വാഴ പിന്നെ ഉണ്ടാക്കുന്നതല്ല, പക്ഷെ ഇത് പിന്നെ പൊതിയാൻ എനിക്ക് തീരെ അറിയില്ല കേട്ടോ. ഇങ്ങനെ വാഴൻ്റെ ഇലയിൽ പൊതിഞ്ഞിട്ട് പേപ്പറിൽ അങ്ങനെ പൊതിയാൻ വേണ്ടിയിട്ട് എനിക്ക് തീരെ അറിയില്ല. പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പം എനിക്ക് ഭയങ്കര ടെൻഷനാണ്, ഇതാവുമോ അങ്ങനെയെല്ലാം വിചാരിച്ചിട്ട് ഭയങ്കര ടെൻഷനാണ് കേട്ടോ. ചില ആളെല്ലാം നല്ല ക്ലീനായിട്ട് നല്ല വൃത്തി പൊതിയ കേട്ടോ. അപ്പോൾ ഇക്ക ഉണ്ടാകുമ്പോൾ എനിക്ക് നല്ല വൃത്തി പൊതിഞ്ഞു തരും. അത് ഞാനിങ്ങനെ നോക്കും കേട്ടോ, എനിക്കാവുമോ എന്നില്ല നോക്കും. അങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കലുണ്ട്, പക്ഷെ എനിക്ക് എങ്ങനെയും ഇതാവില്ല കേട്ടോ. അപ്പോൾ ഇത് സോയാബീനും ഒരു മുട്ട പൊരിച്ചതും കുറച്ച് കാന്താരി മുളകും അച്ചാറും പിന്നെ നമ്മളെ മാങ്ങ അച്ചാർ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാന്താരി മുളക് അച്ചാർ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഉമ്മ ആക്കിയതാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആ അച്ചാർ. അപ്പോൾ ഇതാ എനിക്കിങ്ങനെ അറിയുന്നേ ഇല്ല കേട്ടോ, ഇത് എങ്ങനെ നോക്കിയിട്ടും അറിയുന്നില്ല. ആ ഒരു ഇതാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത്. പിന്നെ ഇത് പൊതിയാൻ വേണ്ടിയിട്ടുള്ള മെനക്കേട് ആണ് കേട്ടോ കാണുന്നത്. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ ഇല ആദ്യം ചുറ്റലോ പേപ്പർ ആദ്യം ചുറ്റലോ, ഇപ്പോൾ പേപ്പറെല്ലാം കീറിയിട്ടുണ്ടായി കേട്ടോ. ഇങ്ങനെ ഇതാക്കുമ്പോൾ ഇതെങ്ങനെ ചുറ്റേണ്ടതെന്ന് എനിക്കൊരു ഇത് കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഇതാ ഞാൻ അതാണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത്. ഇതെങ്ങനെ ചുറ്റലെന്ന് എനിക്കൊരു വലിയ ഐഡിയയേ ഇല്ല കേട്ടോ. അപ്പോൾ ചുറ്റുന്നോറ് ഇതാ പേപ്പറെല്ലാം മുറിഞ്ഞ് പോകുന്നുണ്ടായിന്. അപ്പോൾ പേപ്പറെല്ലാം കീറിയിട്ടുണ്ടായിട്ട് ഞാൻ അങ്ങോട്ട് ചാടി കേട്ടോ. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇത് പിന്നെ ഈ ഇങ്ങനെ ചുറ്റാൻ വേണ്ടിയിട്ട് അപ്പം ഉണ്ടാക്കുന്നതല്ല ബുദ്ധിമുട്ട്. നമുക്ക് ഈ അറിയുന്നില്ല കേട്ടോ, ഇത് എങ്ങനെയാണ് ഇത് ചുറ്റുന്ന പൊതിയലെന്നില്ല ഒന്നും അറിയുന്നില്ല. അപ്പോൾ ഇത് ഇല പൊട്ടിപ്പോവാണ്ട് നോക്കുകയും ചെയ്യണം, പേപ്പറിൽ നല്ല വൃത്തി പൊതിഞ്ഞു കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ എനിക്കറിയുന്നത് പോലെ ഞാനൊന്ന് പൊതിഞ്ഞു കൊടുത്തട്ടാ. ലാസ്റ്റ് ഇതാ വേറൊരു പേപ്പർ എടുത്തിട്ട് ഇതേപോലെ അറിയുന്ന പോലെ പൊതിഞ്ഞു കൊടുത്ത്. ചിലയാളെ പൊതിയെല്ലാം കാണാൻ നല്ലൊരു രസമായിരിക്കും കേട്ടോ. അപ്പോൾ നല്ല വൃത്തി നല്ല നീറ്റായിട്ട് പൊതിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എനിക്കിത് അറിയുന്നേ ഇല്ല. അപ്പോൾ ഒന്നാമത്തെ പൊതി എങ്ങനെയല്ലോ പൊതിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല വൃത്തിയിലൊന്നുമല്ല, ഇങ്ങനെ എനിക്കറിയുന്ന പോലെ കുറച്ച് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ പൊതി എങ്ങനെയാവുന്നു ഒരു പിടിയുമില്ല കേട്ടോ.
അപ്പോൾ രണ്ടാമത്തെ ഞാൻ ഇതേപോലെ വെച്ചിട്ടുണ്ട്. ഇലയും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെങ്കിലും ഒന്ന് ശരിയായാൽ മതിയായിരുന്നു എന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മുട്ട ഒഴിച്ച് വീണ്ടും പയർ വറവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്താവും നല്ല വൃത്തി പൊതിയോ കേട്ടോ. അതായത് ഇക്കാൻ്റെ ഏട്ടത്തി ഒരു നല്ല വൃത്തി പൊതിയലുണ്ട്. അതിങ്ങനെ കാണുമ്പോൾ നമുക്ക് തന്നെ കൊതിയാവും കേട്ടോ, അവർ പൊതിയുന്നതെല്ലാം കാണുമ്പോൾ. അപ്പോൾ കാന്താരി മുളക് അച്ചാർ ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് മാങ്ങ അച്ചാർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മീൻ വറുക്കാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ സോയാബീൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ രണ്ടാമത്തെ പൊതി അതേപോലെ പൊതിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതും എനിക്ക് വലിയൊരു ഐഡിയയും ഇല്ല. ഈ ഇലൻ്റെ മൂലഭാഗം ഇങ്ങനെ ഈ പേപ്പറിന് കൊണ്ടിട്ടാണ് കേട്ടോ പേപ്പർ മുറിയുന്നു. ലാസ്റ്റ് ഒരു പേപ്പറിൽ തന്നെ ഒപ്പിച്ചേട്ടാ, ആ ഒരു പേപ്പറിൽ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ രണ്ട് പൊതി ആയിട്ടുണ്ട് കേട്ടോ. വലിയ നീറ്റൊന്നുമില്ല, എന്നാലും ഒപ്പിക്കാം കേട്ടോ. അങ്ങനെ തൽക്കാലത്തേക്ക് ആയിട്ടുണ്ട്. ഇലയൊന്നും പൊട്ടിപ്പോയിട്ടില്ല കേട്ടോ. എനിക്ക് പേടിയുണ്ടായിന് ഇല പൊട്ടിപ്പോവോ, ചോറെല്ലാം പുറത്തായി പോവുമെന്ന് പേടിയുണ്ടായിന്. അപ്പോൾ അതൊന്നും ആയിട്ടില്ല കേട്ടോ. കറി വേറെ തന്നെയാണ് കേട്ടോ ആക്കി കൊടുക്കൽ. ഈ ഒരു കവറ് അവർ തന്നതാണ് കേട്ടോ. കവറും റബ്ബറും അവർ തരും. അപ്പോൾ കറി ഇങ്ങനെ വേറൊരു ഇതിലാക്കി കൊടുക്കലാണ്. അപ്പോൾ കറി 2 പാക്കറ്റ് ഇതേപോലെ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മളെ പൊതിച്ചോറ് കെട്ടായി കഴിച്ചേട്ടാ. ഇത് കഴിഞ്ഞിട്ട് വേണം ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് മോനെ സ്കൂളിൽ അയച്ചിട്ട് എൻ്റെ ചെറിയ മോനെ അങ്കണവാടിയിലാക്കണം കേട്ടോ. അതിനിപ്പോൾ പോകണം. അപ്പോൾ പോലേ ഇല്ല കേട്ടോ, അങ്കണവാടിയിൽ പോലേ ഇല്ല. കുറേ നാൾ പനി പിടിച്ച് കുറച്ചൊരു ശരിയാകുമ്പോഴത്തേക്ക് പനി പിടിച്ച് സ്കൂൾ മഴയായതുകൊണ്ട് സ്കൂളില്ലാതെ അങ്ങനെയെല്ലാം ആയതുകൊണ്ട് ആദ്യം മടി പിടിച്ചേട്ടാ. ആദ്യത്തെ സമയമെല്ലാം നല്ലതുപോലെ കരഞ്ഞിട്ടുണ്ടായിന്. ഒരു റെഡി ആകുമ്പോഴത്തേക്ക് പിന്നെയും ആദ്യം സുഖമില്ലാണ്ടെല്ലാം ആയപ്പോൾ അയച്ചിട്ടല്ല. ഇപ്പോൾ അതേപോലെ തന്നെ ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഭയങ്കര മടിയാന്ന്. പറയുമ്പോൾ തന്നെ പറയുന്നുണ്ട് ഞാൻ പോകുന്നില്ല എന്ന്. അപ്പം ഇന്ന് ആഗസ്റ്റ് 15 ആയതുകൊണ്ട് അയക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഓനെ ഇനി കുളിപ്പിച്ചിട്ടെല്ലാം അയക്കണം. ഓനിപ്പോഴേ കരയാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് നമ്മളെ പൊതിച്ചോറും കൂടെ കെട്ടണം. അപ്പം നമുക്കെല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ചോറ് ഇങ്ങനെ പൊതിച്ചോറിൽ കെട്ടുന്നുണ്ട്. ഞാനും മക്കളും കഴിക്കാൻ വേണ്ടിയിട്ടില്ല. അപ്പം അങ്ങനെ കറിയെല്ലാം ഇതിൽ തന്നെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കും മക്കൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് ഇങ്ങനെ പൊതിച്ചോറെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ബാക്കി വന്നത് ഇതേപോലെ എല്ലാം എടുത്ത് വെക്കുന്നുണ്ട്. ഇത് ഉച്ചയാകുമ്പോൾ ഭയങ്കര മണമായിരിക്കും കേട്ടോ. ഈ ഇലൻ്റെയും എല്ലാത്തിനും ഇങ്ങനെ നല്ലൊരു മണവും കൊണ്ട്, ആ മുട്ടാൻ പ്ലേറ്റിൻ്റെ എല്ലാം മണം കൊണ്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതേപോലെ പൊതിഞ്ഞിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓനെല്ലാം കുളിപ്പിച്ചിട്ട് ഞാൻ അങ്കണവാടിയിലേക്ക് അയച്ചിട്ടുണ്ട് കേട്ടോ. ഞാനും വന്നിട്ടുണ്ട്. അപ്പം ഭയങ്കര മടിയായിരുന്നു കേട്ടോ. കുളിപ്പിക്കുമ്പോൾ എല്ലാം കരച്ചിൽ തന്നെയായിരുന്നു കൊണ്ടാക്കുമ്പോൾ. അപ്പോൾ ഓന് ഫോട്ടോ എടുക്കാനോ ഒന്നിനും നിൽക്കുന്നില്ല കേട്ടോ. എൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. കുട്ടികളൊക്കെ കളിക്കാനോ ഒന്നിനും നിൽക്കുന്നില്ല. ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കുറേ പറഞ്ഞ് നോക്കി അവരെടുക്കപ്പോൾ, അങ്ങനെ പറഞ്ഞ് നോക്കി, അതിനൊന്നും നിൽക്കുന്നില്ല കേട്ടോ. ലാസ്റ്റ് പായസം കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ അടുക്കുന്ന അങ്ങോട്ട് നീങ്ങുന്നേ ഇല്ല. അപ്പോൾ ഫോട്ടോ എടുക്കാനെല്ലാം കുറേ ടീച്ചർ വിളിച്ചിട്ടുണ്ട്. അതിനൊന്നും പോയില്ല കേട്ടോ. അപ്പോൾ ടീച്ചർ വിളിക്കുമ്പോൾ ഒരേ കരച്ചിൽ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് തന്നെ ഇരുന്നിട്ടുണ്ട്. എന്നെ പോകാനോ ഒന്നിനും വിട്ടില്ല. അപ്പോൾ ഞാൻ തന്നെ കൂട്ടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇവിടെ കുറച്ച് സമയം ഞാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ചു പോലായി കേട്ടോ. പെരക്കേക്ക് തിരിച്ചു പോലായി. അപ്പോൾ കുറച്ച് സമയം അവിടെ ഇരുന്നിട്ട് പതാക ഉയർത്തലും അതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു പോകാനായി കേട്ടോ. തിരിച്ചു പോകുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിന്.
അപ്പം വരുമ്പോൾ ഇങ്ങനെയൊന്നല്ല കേട്ടോ വന്നിന് മൊത്തം കരഞ്ഞ് എനിക്ക് പോകുമ്പേ മനസ്സിലായിന് പോണ്ട, ബാലാടിയിൽ പോണ്ട, എനിക്ക് സ്കൂളിലാണ് പോകേണ്ടതെന്നാണ് കേട്ടോ ഓൻ പറയുന്നത്. അപ്പം കരഞ്ഞ് റോഡുമ്പോൾ നല്ല കരച്ചിലായിരുന്നു. പിന്നെ അപ്പോൾ ടീച്ചർ പറഞ്ഞാൽ അധികം കരയിക്കണ്ട, നീ പോകുമ്പോൾ തന്നെ കൂട്ടിക്കോന്ന് പറഞ്ഞ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻ്റ് ഒന്നും ചെയ്യാൻ വന്നേക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.